ഹലോ കൂട്ടുകാരെ, തനി രുചിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്, മാങ്ങാപ്പുട്ട്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് പുട്ടുപൊടി, തേങ്ങ ചിരവിയത്, പിന്നെ ഒരു മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതും കൂടെ വേണേ. നിങ്ങൾ മാങ്ങ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ല പഴുത്ത മാങ്ങ ആയിരിക്കണേ. അപ്പോൾ ഒരു വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പുട്ടുപൊടി. ഞാൻ നേരത്തെ കുറച്ച് ഉപ്പും വെള്ളവും ചേർത്തിട്ട് കുഴച്ച് വെച്ചതാണ്. പിന്നെ ഞാൻ കുറച്ച് മാങ്ങ എടുത്തിട്ട് അതിനെ പ്യൂരി ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഈ മാംഗോ പ്യൂരി പുട്ടുപൊടിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇത് ഏതാണ്ട് ഇതേപോലെ ഒരു പരുവത്തിൽ നമുക്ക് ഈ മിക്സ് കിട്ടുവേ. നല്ല മഞ്ഞ കളറിൽ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ മിക്സ് നമുക്ക് പുട്ട് ചുടുന്ന പാത്രത്തിലേക്ക് ഇട്ട് പുട്ട് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേ നമ്മുടെ അടിപൊളി മാങ്ങാപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് പറക്കുന്ന നല്ല അടിപൊളി മാങ്ങാപ്പുട്ട്. നല്ല മാങ്ങയുടെ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ മാങ്ങ എടുക്കുമ്പോൾ എല്ലാവരും നല്ല പഴുത്ത മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അതിൻ്റെ രുചി വേറെ തന്നെയാണ്. പിന്നെ ഈ ഡിഷ് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണ് ഈ മാങ്ങാപ്പുട്ട്. ഒരു സ്വീറ്റ് ഡിഷാണ്. നമുക്കിത് പപ്പടത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പഞ്ചസാരയുടെ കൂടെയോ ഒക്കെ ഇട്ടിട്ട് കഴിക്കാവുന്നതാണ്. കുട്ടികളൊക്കെ ഇഷ്ടത്തോടെ തന്നെ കഴിക്കും. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഓൾ.